നമസ്കാരം. ഐ എം പ്രദീപ് ശങ്കർ. ഇന്ന് വാഴ 2വിൻ്റെ റിവ്യൂ ആണ്. കിടിലം, കിഡിലോസ്കി, പോളി വൈബ് മച്ചാനെ. അടുത്ത കാലത്ത് ഇത്രയും മികച്ചൊരു മൂവി കണ്ടിട്ടില്ല. സംവിധാനം സവിൻസ, റൈറ്റർ വിപിൻ ദാസ്, മ്യൂസിക് അങ്കിത് മേനൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഇതൊരു ടീം വർക്കാണ്. ടീം എന്ന് പറഞ്ഞ അതിൻ്റെ സൂപ്പർവിഷൻ അങ്കിത് മേനോനാണ്. 10 പാട്ടുകളാണ് സിനിമയിൽ പലപ്പോഴായി ഉപയോഗിച്ചിട്ടുള്ളത്. അത് 10 പേരാണ്, 10 പേരടങ്ങിയ ഒരു ടീമാണ് അത് ചെയ്തിട്ടുള്ളത്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഹാഷർ, എബിൻ ജോർജ് തുടങ്ങിയ സോഷ്യൽ ഇൻഫ്ലുവൻസ് ടീമാണ്. കൂടാതെ ബിജുക്കുട്ടൻ മുതൽ കുറച്ച് പേർ, പിന്നെ അമ്മയായി അഭിനയിച്ചവരെല്ലാം തന്നെ മികച്ച അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. പഴയ മിമിക്രി താരങ്ങളും സുധീഷും അടങ്ങിയ ഒരു വമ്പൻ താരനിര തന്നെ ഈ സിനിമയിലുണ്ട്. എല്ലാവരുടെ പെർഫോമൻസും, വിജയ് ബാബു ഒക്കെ നമ്മളെ ശരിക്കും വീർപ്പിച്ച് കൈ തരുന്നുണ്ട്. കാരണം ആ ക്യാരക്ടർ അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിന് എല്ലാവിധ ഭംഗിയും വരുന്നത്. എത്രത്തോളം അയാൾ ആ അഭിനയത്തിൻ്റെ പൂർണ്ണത കൈവരിക്കുന്നുവോ അത്രത്തോളം നമ്മൾ അയാൾ വീർക്കുന്നുണ്ട്. വളരെയധികം മികച്ച ഒരു അഭിനയം തന്നെയാണ് വിജയ് ബാബു കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ പടം സംവിധാനം ചെയ്ത രീതിയാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഓരോ നിമിഷവും ഒരു ബോറടിയുമില്ലാതെ പക്ക എൻ്റർടൈനിങ് ആയിട്ട് ഇതുപോലെ സംവിധാനം ചെയ്ത് വെച്ചത് അടുത്ത കാലത്ത് ഒരു മലയാള സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയും വൺ ടാലൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി സവിൻസ. ഇൻ്റർവെൽ അടുക്കാനാവുന്ന സമയത്ത് ഒരു അടിപൊളി ഫൈറ്റുണ്ട്. ഒരു നിമിഷം നമ്മൾ സിനിമാ തിയേറ്ററാണെന്ന കാര്യം മറന്നു പോകുന്ന രീതിയിലുള്ള പക്ക വൈബ്. അടുത്ത കാലത്ത് ഇതുപോലത്തെ ഒരു ഫൈറ്റ്, എൻഗേജ്മെൻ്റ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് ഞാൻ കണ്ടിട്ടില്ല. വെരി വെരി ടാലൻറ്റ് ഫൈറ്റ്. അഭിനയിച്ചവരൊക്കെ ആ സീനിൽ ശരിക്കും ജീവിക്കുക തന്നെയായിരുന്നു. ഈ സിനിമയിൽ ഒരു നെഗറ്റീവ് പറയാനുണ്ടെങ്കിൽ, ഹാഷിം തോറ്റതിന് ശേഷം മറ്റു 3 പേരും വിദേശത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് പോവല്ലേ എന്ന് പറയുന്ന ഒരു സീൻ, അത് ഏകദേശം ഒരു ഇൻസ്റ്റഗ്രാം റീല് പോലെ കുറച്ച് വെറുപ്പിക്കലായി തോന്നി. മറ്റ് എല്ലാ തരത്തിലും ഒരു നിമിഷം പോലും നമ്മളെ ബോറടിപ്പിക്കുന്നില്ല. ഹാഷിറിൻ്റെ രൂപത്തിൻ്റെ ഒരു പരിമിതി വെച്ചിട്ട് അയാൾ ഇങ്ങനെയല്ല പെർഫോം ചെയ്ത് പഴയൊരു ശ്രീനിവാസൻ്റെ ആ ഒരു ലെവലിലുള്ള ആക്ടിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ എബിൻ ജോർജ് എന്ന നടൻ, എന്താ അയാളുടെ ഒരു എനർജി! അയാൾ UK പോയിട്ട് തകർത്ത് അഭിനയിച്ചിരിക്കുകയാണ്. അതുപോലെ ബിജുക്കുട്ടൻ്റെ മകനായി അഭിനയിച്ച വ്യക്തി. ഒരാൾ പോലും ഒരു സിംഗിൾ മൊമെൻ്റ് പോലും നമുക്ക് ബോറടിക്കാതെ, അല്ലെങ്കിൽ ബോറടിക്കാന്നല്ല, പക്ക ത്രില്ലടിപ്പിച്ചുകൊണ്ട് 2 മണിക്കൂർ 48 മിനിറ്റ് എൻഗേജ്മെൻറ്റ് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഈ പടം എൻ്റെ അഭിപ്രായത്തിൽ 100 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സിനിമയ്ക്ക് 25 കോടിയാണ് ബഡ്ജറ്റ് ഈ ടീം പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ അത്രത്തോളം ഈ സിനിമയ്ക്ക് ബഡ്ജറ്റ് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാം പുതിയ നടന്മാരാണ്. പിന്നെ പഴയ കുറച്ച് മിമിക്രി ആർട്ടിസ്റ്റുകളും ബിജുക്കുട്ടനെ പോലെയുള്ള നടന്മാരൊക്കെ ഏകദേശം ഫീൽഡ് ഔട്ടിൽ എത്തി നിൽക്കുന്ന സമയത്താണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അവരുടെ ഇതും പിന്നെ എല്ലാ പുതുമുഖങ്ങളാണ് കൂടുതൽ. അപ്പം അത്ര വലിയ ഒരു ബഡ്ജറ്റ് വരാനുള്ള വഴിയില്ല. പിന്നെ ഇതിലെ ഓരോ സീനിലും ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന സാലറിയൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് എനിക്ക് ഒരു കൺഫേം ആയിട്ട് തോന്നിയിട്ടില്ല. മറ്റ് രീതികളിൽ ഉള്ളത് ഒരു സീനിൽ പോലും ഒരു വിട്ടുവീഴ്ചയുമില്ല. അതിൽ 1000 ആൾ വേണമെന്നുണ്ടെങ്കിൽ 1000 ആളെ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ സീൻ വൈസ് നോക്കിയാൽ നായികയുടെ പെർഫോമൻസ് ആയാലും ശരി, അവരുടെ കൂട്ടുകാരികളുടെ പെർഫോമൻസ്, കുട്ടികളുടെ പെർഫോമൻസ്, അങ്ങനെ എല്ലാ രീതിയിലും നമ്മളെ അടിച്ചു പൊളിച്ചൊരു സിനിമ. പിന്നെ പഴയ കാലത്തെ
വാക്കുകളല്ല, പോക്കിമോൻ എന്നൊക്കെയുള്ള വാക്കുകൾ ഇന്നത്തെ പുതിയ തലമുറ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ജെൻസി ഉപയോഗിക്കുന്ന വേർഡുകളൊക്കെ ഇതിലുപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു തമാശയായിട്ട് നമ്മൾ കണ്ടാൽ മതി. ഞാൻ സിനിമ കാണുമ്പോൾ അതിൽ 75% ആൾക്കാരും ഇന്നത്തെ ന്യൂ ജനറേഷൻ കുട്ടികളാണ്. അവർ പക്ക അടിച്ചു പൊളിച്ചാണ് ഈ സിനിമ കാണുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ എനിക്ക് വളരെ അത്ഭുതകരമായി തോന്നിയത്, സ്ത്രീകളായിട്ടുള്ള വ്യക്തികളൊക്കെ ചില സീനുകളിലൊക്കെ ബാക്കിലിരുന്ന കമൻറ്റുകൾ പറയുന്നുണ്ട്. പണ്ടൊരു സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ ലേഡീസ് മിക്കവാറും സൈലൻ്റായി. പക്ഷെ ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡാണ് ഇതിങ്ങനെ. കഥാപാത്രങ്ങൾ പറയുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക ലേഡീസൊക്കെ. അങ്ങനെ വളരെയധികം എൻഗേജ്ഡ് ആയിട്ട് എനിക്ക് തോന്നി. അതെല്ലാം പുതിയ തലമുറയുടെ മാറ്റങ്ങളാണ്. നമ്മളുടെ മനസ്സിൽ എന്താണുള്ളത് അത് മറ്റുള്ളവർ കേൾക്കുമ്പോൾ, പരസ്യമായി പറയുമ്പോൾ മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നൊന്നും കണക്കാക്കാതെ അതിനനുസരിച്ചിട്ട് അവർ പറയുക എന്ന് പറയുന്നത് വലിയൊരു മാറ്റം തന്നെയാണ് ഞാൻ കാണുന്നത്. എന്തായാലും ഈ സിനിമ പുതിയ ജെൻസി പിള്ളേർ അല്ല പുതുതലമുറ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ പടം മിനിമം 100 കോടി ടച്ച് ചെയ്തിരിക്കും എന്നതാണ് എൻ്റെ പ്രവചനം. 5-ൽ 5 മാർക്ക് ഞാൻ കൊടുക്കും. ഒരു വിട്ടുവീഴ്ചയുമില്ല അതിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രദീപ് ശങ്കർ.